വെൽക്കം. റഹ്മാനാണ്. റെസ്പിറേറ്ററി സിസ്റ്റം അനാറ്റമി ആൻഡ് ഫിസിയോളജി വീഡിയോ സീരീസിലെ നമ്മുടെ 6ാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫിസിയോളജി ഓഫ് റെസ്പിറേഷൻ ആണ് പറഞ്ഞത്. ഇതിൽ നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് പൾമോണറി വെന്റിലേഷനെ കുറിച്ച് പറഞ്ഞു, 2 ഗ്യാസ് എക്സ്ചേഞ്ചിനെ കുറിച്ച് പറഞ്ഞു. സോ ഈ വീഡിയോയിൽ അപ്പം നമുക്കിനി പറയേണ്ടത് ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസ് ആണ്. ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ്. സോ 2 കാര്യങ്ങൾ നമുക്ക് പറയണം. ഒന്ന് ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ പറയണം, 2 ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. സോ ഈ 2 ഗ്യാസുകളും ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയുന്നത്. സോ പൾമോണറി വെന്റിലേഷൻ വഴി ആൽവിയോളൈ, ഇത് ആൽവിയോളൈ ആണ്, ഇത് തൊട്ടടുത്തുള്ള കാപ്പിലറി ആണ്. സോ ആൽവിയോളയിൽ എയർ എത്തുന്നു ആൻഡ് ഈ എയറിനകത്ത് ഓക്സിജൻ ഉണ്ട് ആൻഡ് ഈ എയറിനകത്ത് ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് എത്രയായിരുന്നു? നമ്മൾ പറഞ്ഞത് ഒരു 104 to 105 ആണ് പാർഷ്യൽ പ്രഷർ. പക്ഷെ ലങ്സിൽ ബ്ലഡ് എത്തുന്നുണ്ടല്ലോ. ലങ്സിൽ ബ്ലഡ് എത്തുന്നത്, അതായത് ഹൃദയത്തിൽ നിന്ന് പൾമോണറി ആർട്ടറി വഴി ലങ്സിൽ എത്തുന്ന ബ്ലഡ്, അതിനെ നമ്മൾ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഈ ഡീഓക്സിജനേറ്റഡ് ബ്ലഡിലെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് വെറും 40 ആണ്. സോ 40 millimeter ഓഫ് Hg മാത്രമാണ് ഇവിടുത്തെ പാർഷ്യൽ പ്രഷർ. സോ സ്വാഭാവികമായിട്ട് ഓക്സിജൻ കൂടി നിൽക്കുന്ന ആൽവിയോളയിൽ നിന്ന് ബ്ലഡിലേക്ക് ഓക്സിജൻ കയറും. സോ ഓക്സിജൻ വിൽ എൻറ്റർ ഇൻ ടു ദ ബ്ലഡ്. സോ ഇതാണ് നമ്മൾ എക്സ്റ്റേണൽ റെസ്പിറേഷൻ, ലങ്സിൽ വെച്ച് നടക്കുന്ന എക്സ്റ്റേണൽ റെസ്പിറേഷൻ. സോ ബ്ലഡിൽ ഇപ്പോൾ ഓക്സിജൻ എത്തുന്നുണ്ട്. പക്ഷേ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ബ്ലഡിൽ ഓക്സിജന്റെ സോലിബിലിറ്റി ഈസ് ഓൺലി 1.2. സോലിബിലിറ്റി വളരെ വളരെ കുറവാണ്. സോ പ്ലാസ്മയിൽ, ഇത് പ്ലാസ്മ ആണെങ്കിൽ ഇതിനകത്ത് ഓക്സിജൻ എങ്ങനെ അലിയിച്ചു കൊണ്ടുപോവുക സാധ്യമല്ല. ഇങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ തന്നെ ആകെ ഓൺലി 100ൽ 1.5% മാത്രമാണ് ഇങ്ങനെ ഡിസോൾവ് ആയിട്ട് ഓക്സിജൻ കൊണ്ടുപോകാൻ പറ്റും. സോ ഇതാണ് ബ്ലഡിലുള്ള ഓക്സിജന്റെ അവസ്ഥ. പക്ഷെ അപ്പൊ നമ്മൾ എങ്ങനെ കൊണ്ടുപോകും? സോ ബ്ലഡിലൂടെ ഓക്സിജൻ കൊണ്ടുപോകാൻ, ട്രാൻസ്പോർട്ട് ചെയ്യാൻ പ്രത്യേകമായി അതിന് കഴിവുള്ള ആളുകൾ വേണം. സോ ഇത് ചെയ്യാൻ പറ്റുന്നത് RBC, നമ്മളിപ്പോൾ RBC ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ RBCയുടെ അകത്ത് ഹീമോഗ്ലോബിൻ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. സോ RBCയിലെ ഹീമോഗ്ലോബിൻ ആണ് ഇത് കൊണ്ടുപോകാൻ പറ്റുക. സോ ഓക്സിജൻ ഇൻ ദ ബ്ലഡ് ഈസ് ട്രാൻസ്പോർട്ടഡ് വയ ഹീമോഗ്ലോബിൻ ഇൻ ദ RBC. സോ ഹീമോഗ്ലോബിന്റെ ഫംഗ്ഷൻ തന്നെ ഇതാണ്, ഓക്സിജൻ ട്രാൻസ്പോർട്ട് ആണ് ഫംഗ്ഷൻ. സോ ത്രൂ ഹീമോഗ്ലോബിൻ 98.5%, മൊത്തം 100ൽ 98.5% ഓഫ് ഓക്സിജൻ ഈസ് ട്രാൻസ്പോർട്ടഡ് വയ ഹീമോഗ്ലോബിൻ വഴിയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ബാക്കി 1% ഡിസോൾവ് ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും. സോ ഇങ്ങനെ ഓക്സിജൻ പറ്റിച്ചേർന്ന ഹീമോഗ്ലോബിനെ, ഇവിടെ ഓക്സിജൻ ബൈൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുക ഓക്സി ഹീമോഗ്ലോബിൻ എന്നാണ്. ഓക്സി ഹീമോഗ്ലോബിൻ, ഓക്സി ഹീമോഗ്ലോബിൻ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. അപ്പൊ നമുക്കിനി ഹീമോഗ്ലോബിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയണം. ഹീമോഗ്ലോബിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്നൊരു പ്രോട്ടീൻ പാർട്ട് ഉണ്ട്, അതാണ് ഹീമോഗ്ലോബിനിലെ ഗ്ലോബിൻ എന്ന് പറയുന്ന സംഭവം. രണ്ടാമത്തെ അപ്പൊ ഹീമോഗ്ലോബിനിലെ ഗ്ലോബിൻ കഴിഞ്ഞാൽ പിന്നെ ഹീമാണ്, അതൊരു നോൺ പ്രോട്ടീൻ പാർട്ടാണ്. ഈ ഗ്ലോബിൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ ഒറ്റ ഒരു സിംഗിൾ പ്രോട്ടീൻ അല്ല, ഇതൊരു 4 പ്രോട്ടീനുകൾ കൂടി ചേർന്നിട്ടുള്ള ഒരു പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ. സോ അഡൽട്ട് ഹീമോഗ്ലോബിനിൽ 2 ആൽഫ ഉണ്ട്, 2 ബീറ്റ ഉണ്ട്. സോ 2 ആൽഫ കമ്പോണന്റ്, 2 ബീറ്റ കമ്പോണന്റ്. ഈ 2 ആൽഫയും ഡയഗണലി ഓപ്പോസിറ്റ് ആണ്. സോ ഇതാണ് ഒരു ആൽഫ, ആൽഫ 1, ഇത് ആൽഫ. സോ ഡയഗണലി ഓപ്പോസിറ്റ് ആണ്. സോ ബീറ്റയും ബീറ്റ 1ഉം ബീറ്റ 2ഉം ഡയഗണലി ഓപ്പോസിറ്റ് ആണ്. ആൻഡ് ഇതിന്റെ നടുവിൽ ഹീമിന്, ഇതാണ് ഹീം, ഒട്ടിച്ചേരാനായിട്ട് കഴിയുന്ന ഒരു ഭാഗവും ഉണ്ട്. സോ ഇവിടെ ഒരു ഹീമുണ്ട്, ഇവിടെ ഒരു ഹീമുണ്ട്, ഇവിടെ ഒരു ഹീമുണ്ട്, ഇവിടെ ഒരു ഹീമുണ്ട്. സോ ഒരു ഹീമോഗ്ലോബിനിൽ 4 ഹീമിന് ഒട്ടിച്ചേരാനായിട്ട് പറ്റും. സോ ഇതാണ് ഹീമോഗ്ലോബിനിലെ പ്രോട്ടീൻ ഭാഗം ആൻഡ് ഇതാണ് ഹീമോഗ്ലോബിനിലെ ഹീം ഭാഗം. ഇനി ഹീം ഭാഗം, ഈ ഭാഗം മാത്രം എടുത്തു കഴിഞ്ഞാൽ അത് നടുവിൽ അയൺ ഉള്ള, ഇതാണ് അയൺ, നടുവിൽ അയൺ ഉള്ള. കൃത്യമായിട്ട് പറഞ്ഞാൽ ഇത് ഫെറസ് ആണ്, ഫെറസ് അയോൺ ഉള്ള, ഫെറസ് അയോൺ. സോ ഫെറസ് അയൺ നമുക്ക് അയൺ, ഇരുമ്പിന്റെ സാധനമാണ്. ഫെറസ് കാറ്റയോൺ ഉള്ള ഒരു പ്രോട്ടോഫോർഫൈറിൻ റിംഗ് കൊണ്ടുണ്ടാക്കിയിരിക്കുകയാണ്. സോ ദിസ് ഇസ് എ പ്രോട്ടോഫോർഫൈറിൻ റിംഗ്. ഇതൊരു പ്രോട്ടോഫോർഫൈറിൻ റിംഗ് ആണ് ഞാൻ വരച്ചത്. ആൻഡ് ഈ ഫെറസിന്റെ 4 വാലൻസീസ് അല്ലെങ്കിൽ 4 ഭാഗങ്ങൾ ഓൾറെഡി ഈ നൈട്രജൻ, ഒരു നൈട്രജൻ, ഇവിടെ ഒരു നൈട്രജൻ, ഇവിടെ ഒരു നൈട്രജൻ, ഇവിടെ ഒരു നൈട്രജൻ ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചേർന്നിരിക്കുകയാണ്. ഇനി 2 ഭാഗങ്ങളാണ് ഫ്രീ ആയിട്ടുള്ളത്. ഇതിൽ ഒരെണ്ണം ഇവിടെ ഈ പ്രോട്ടീനിലെ ഒരു അമിനോ ആസിഡ്, ഹിസ്റ്റിഡിൻ അമിനോ ആസിഡുമായിട്ട് ചേർന്നും ഇരിക്കുക. അപ്പൊ ഇനി ഒരു ഭാഗമാണ് ഫ്രീ ഉള്ളത്, ഇവിടെയാണ് ഓക്സിജൻ ഒട്ടിച്ചേരേണ്ടത്. സോ ഇവിടുത്തെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരു ഭാഗത്ത് ഓക്സിജൻ വന്ന് ഒട്ടിച്ചേരുന്നു. സോ ഈ ഭാഗത്ത് ഇവിടെയും എല്ലാം ഇങ്ങനെ ഓക്സിജൻ വന്ന് ഒട്ടിച്ചേരുന്നു. സോ
ഇക്വേഷൻ ഇതാണ്, FeO ഡബിൾ ബോണ്ട് O, ഇങ്ങനെയാണ് വന്ന് ഒട്ടിച്ചേരും. സോ ഒരു ഹീമിന് ഇവിടെ ഒരു ഓക്സിജൻ അല്ലെങ്കിൽ O2 ആണ് ഒട്ടിച്ചേരുക, O2 ഒട്ടിച്ചേരുക, ഇവിടെ O2, ഇവിടെയും ഓക്സിജൻ, ഇവിടെയും O2, ഇത്രയും ഒട്ടിച്ചേരാൻ പറ്റും. 8 ഓക്സിജൻ ആയിട്ട് ഒട്ടിച്ചേരാനായിട്ട് പറ്റും. സാധാരണ നമ്മൾ വരുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു ബ്ലഡ് എത്തുന്നത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് എന്നാണ് പറഞ്ഞത്. സോ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് വെച്ചാൽ ഒട്ടും ഓക്സിജൻ ഇല്ല എന്നല്ല. സോ ദർ ഈസ് ഓക്സിജൻ, അവിടെയൊക്കെ ഓക്സിജൻ ഉണ്ട്. മിക്കവാറും 8 എണ്ണത്തിന് പകരം ഇവിടെ മാത്രമായിരിക്കും കാലി, ഒറ്റ സ്ഥലത്തെ കാലി ഉണ്ടാവുള്ളൂ. ഇവിടെ ഓക്സിജൻ ഉണ്ടാവും, ഇവിടെ ഓക്സിജൻ ഉണ്ടാവും, ഇവിടെ ഓക്സിജൻ ഉണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടറീസിൽ ഹീമോഗ്ലോബിൻ എത്തുക 75% അല്ലെ. 1, 2, 3, 4 സ്ഥലം ഉണ്ടെങ്കിൽ ഒരു ഭാഗമാണ് കാലി. സോ 75% ഓക്സിജൻ സാച്ചുറേഷൻ ആയിട്ട് വന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, ഡീഓക്സിജനേറ്റഡ് ഹീമോഗ്ലോബിൻ. അല്ലെങ്കിൽ പല ആൾക്കാരും വിചാരിക്കും ഡീഓക്സിജനേറ്റഡ് എന്ന് വെച്ചാൽ ഒട്ടും ഓക്സിജൻ ഇല്ലാത്തതാണ് എന്ന് വിചാരിക്കരുത്. ഇനി ഓക്സിജന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പൊ ഇവിടെ നിന്ന് ഓക്സിജൻ വന്ന് ഒട്ടിച്ചേരണമെങ്കിൽ, സാധാരണ ഒട്ടിച്ചേരണമെങ്കിൽ 3 എണ്ണമെങ്കിലും ഓക്സിജൻ ഒട്ടിച്ചേർന്നതിലാണ് ഇവിടുന്ന് ലങ്സിൽ നിന്ന് വരുന്ന ഓക്സിജൻ വന്ന് ഒട്ടിച്ചേരുക. അതിനാണ് കൂടുതൽ താല്പര്യം. ഇപ്പൊ ഒന്നും ഫുൾ കാലിയാണെങ്കിൽ ഒട്ടിച്ചേരുന്നതിനേക്കാൾ 3 എണ്ണത്തിൽ ഓക്സിജൻ ഉണ്ട് എന്ന ഒരെണ്ണം കൂടി ഒട്ടിച്ചേർന്നേക്കാം എന്ന് വിചാരിക്കാം. സോ ഇതിനെ നമ്മൾ കോഓപ്പറേറ്റീവ് ബോണ്ടിങ് എന്നാണ് പറയുക, കോഓപ്പറേറ്റീവ് ബോണ്ടിങ്. സോ ഡീഓക്സിജനേറ്റഡ് ബ്ലഡിൽ ഈസി ആയിട്ട് ഓക്സിജൻ വന്ന് ഒട്ടിച്ചേരും. സോ ഇനി ഓക്സിജൻ ഇല്ല, 4 എണ്ണമുള്ളൂ, ഇവിടെ 2 ഭാഗത്തേ ഉള്ളെങ്കിൽ എങ്കിലും വന്ന് ഒട്ടിച്ചേരാൻ പറ്റും. പക്ഷെ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് 3 എണ്ണം എങ്കിലും ഓക്സിജൻ ഫീൽഡിലാണ് ഓക്സിജൻ ഒത്തുചേരുക എന്ന് ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. സോ നൗ ആൽവിയോളൽ വെച്ച് എന്ത് സംഭവിച്ചു, ആൽവിയോളൽ വെച്ചിട്ട് ഹീമോഗ്ലോബിനിൽ ഓക്സിജൻ ഇവിടെ ഒരു ഭാഗത്തായിട്ട് കൂട്ടുക, നമുക്ക് ഓക്സിജൻ വന്ന് ഒട്ടിച്ചേരുന്നു. അപ്പോൾ ഇത് 100% സാച്ചുറേറ്റഡ് ആയി. ഇപ്പോൾ ഇത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആയി. സോ ഇനി ഇത് ബ്ലഡിലൂടെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം. എങ്ങോട്ടാണ് പോകേണ്ടത്? ഇപ്പോൾ ആൽവിയോളയിൽ നിൽക്കുകയാണ്, അവിടെ നിന്ന് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും കൊണ്ടുപോകണം. നമുക്ക് വീണ്ടും പഴയ സ്ലൈഡിലേക്ക് ഒന്ന് പോകാം. സോ ഇവിടെ വെച്ചിട്ട് ആൽവിയോളയിൽ വെച്ചിട്ട് ഓക്സിജൻ നിറയ്ക്കുന്നു. ഓക്സിജൻ നിറയ്ക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ മനസ്സിലാവുന്നത് ഇവിടെ ഓക്സിജൻ നിറയുന്നു. ഓക്സിജനേറ്റഡ് ബ്ലഡ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ നമ്മൾ 100 ml ബ്ലഡ് എടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് 20.4 ml 20.4 ml ഓക്സിജൻ അവിടെ ഉണ്ടാകും. സോ അതാണ് നമ്മൾ 100% സാച്ചുറേഷൻ എന്ന് പറയാം. സോ ഇനി ഇത് ഒഴുകി പെരിഫറലിലേക്ക് എത്തുന്നു. സോ ബ്ലഡ് വെസൽ വഴി ഇങ്ങനെ അങ്ങ് പോയി പെരിഫറൽ സെൽസ്, ഇത് ഓരോ സെല്ലുകളാണെന്ന് കരുതുക, പെരിഫറൽ സെല്ലുകൾ. സോ ഇവിടെ ബ്ലഡ് വെസൽ ഇങ്ങനെ എത്തുകയാണ്. ഇവിടെ എത്തുമ്പോഴത്തേക്കും മിക്കവാറും ഏകദേശം 100 ml ഒരു 19 to 20 ml ആയിട്ട് കുറഞ്ഞിട്ടുണ്ടാവും. അതിന് കാരണം എന്താ വെച്ചാൽ ആൽവിയോള പൾമണറി ആർട്ടറി മാത്രമല്ല വരിക, ബ്രോങ്കിയൽ ആർട്ടറി കൂടി വരുന്നുണ്ട്. സോ അത് ആൽവിയോള ഉപയോഗിച്ചിട്ട് അതും കൂടി മിക്സ് ചെയ്തിട്ടാണ് പൾമണറി വെയിനിലേക്ക് വരിക. സോ അതുകൊണ്ടാണ് കുറച്ച് കുറയാൻ ചാൻസ്. പിന്നെ ഇങ്ങനെ ഭാഗത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയൊക്കെ ഓക്സിജൻ എടുക്കുന്നു. എനിവേ 19 to 20 ml അല്ലെങ്കിൽ പെരിഫറൽ സെൽസിൽ ബിക്കോസ് ഓഫ് മെറ്റബോളൈറ്റ് പ്രോസസ്, ഈ സെല്ലുകളിൽ ഹൈ മെറ്റബോളിക് പ്രോസസ് നടക്കാനില്ല. ഓരോ സെല്ലും കിട്ടിയ ഓക്സിജനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ യൂസിങ് ദ ഓക്സിജൻ കിട്ടിയ ഓക്സിജനൊക്കെ ഉപയോഗിച്ച് തീർന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടുത്തെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഈസ് എത്രയാണെന്നാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് 15 to 40 millimeter ഓഫ് മെർക്കുറി ആണ്. സോ ഇവിടെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഈസ് ലെസ്. ഇവിടെ പാർഷ്യൽ പ്രഷർ എത്രയാണ്? ഏകദേശം 95-96 ഒക്കെ ആയിരിക്കും. 97 നമുക്ക് കൂട്ടാം, 97 നമുക്ക് കൂട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ 95 കൂട്ടാം. കൃത്യമായിട്ട് 95 ആണ് പല ബുക്കുകളിലും പറയാം. 95% പാർഷ്യൽ പ്രഷർ ഉണ്ട്. സോ ഇങ്ങോട്ടേക്ക് കയറും. സോ ഓക്സിജൻ ഇവിടെ എത്തുമ്പോഴത്തേക്കും അൺഡെലിവേർഡ്. സോ ഇവിടെ വെച്ചിട്ട് ഓക്സിജൻ ഹീമോഗ്ലോബിനിൽ പിടിപ്പിക്കുകയായിരുന്നു. ഇവിടെ വെച്ചിട്ട് ഹീമോഗ്ലോബിനിൽ നിന്ന്, ഇത് ഹീമോഗ്ലോബിൻ ആണ്, ഇത് ഓക്സിജൻ ആയിരുന്നെങ്കിൽ ഇത് പുറത്തേക്ക് പോകുക. സോ നൗ ഓക്സിജൻ ഈസ് അൺഡെലിവേർഡ് അല്ലെങ്കിൽ വിട്ടു പോകുന്നു. സോ ഈ ഓക്സിജന്റെ ഇക്വേഷൻ നമ്മളിപ്പോൾ എഴുതുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളിത് RBC ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ, സോ ഇത് നമ്മൾ RBC ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ, സോ ഓക്സിജൻ ലങ്സിൽ വെച്ച് ഓക്സിജൻ അകത്തേക്ക് കയറുന്നു. ഓക്സിജൻ അകത്ത് കയറുന്നതിന് മുമ്പ് ഹീമോഗ്ലോബിൻ ആരുമായിട്ടാണ്? ഹീമോഗ്ലോബിൻ ബൈൻഡ് ടു H+ ആയിട്ട് ബൈൻഡ് ചെയ്യായിരുന്നു. സോ ഓക്സിജൻ ചെല്ലുന്നു, H+ പിടിച്ച് പുറത്താക്കുന്നു. ദെൻ ഹീമോഗ്ലോബിൻ പ്ലസ് ഓക്സിജൻ അല്ല, ഇങ്ങനെ ആകുന്നു, H+ പുറത്തേക്ക്. സോ ഇതാണ് അവിടെ വെച്ച് സംഭവിക്കുക. ഇനി ടിഷ്യൂസിൽ വെച്ച് എന്താ സംഭവിക്കുക? ടിഷ്യൂസിൽ എത്തുമ്പോൾ അവിടെ H+ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലാണ്, കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നു. സോ അപ്പോൾ H+ കൂടും. അപ്പോഴത്തേക്കും ദിസ് റിവേഴ്സ് ആയിരിക്കും നടക്കും. ഓക്കെ, സോ അവിടെ HbO2 ആയിരുന്നു, അവിടെ H+ കൂടി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എന്തായി? Hb+H ആയി പുറത്തേക്ക് പോകും. ഓക്കെ, ഓക്സിജൻ ഇവിടെ വെച്ചിട്ട് ഓക്സിജൻ പുറത്തേക്ക് പോകും. ഓക്കെ, ഇതിപ്പോ ലങ്സിൽ വെച്ച് നടക്കുന്ന എക്സ്റ്റേണൽ റെസ്പിറേഷൻ ആണ്. ഇത് സെൽസിൽ വെച്ച് നടക്കുന്ന ഇന്റേണൽ റെസ്പിറേഷൻ ആണ്. ഇതാണ് ഓക്സിജന്റെ ഒരു ഇക്വേഷൻ. അപ്പോൾ ഓരോ മിനിറ്റിലും ഏകദേശം 250 ml ഓഫ് ഓക്സിജൻ ആണ് ഇങ്ങനെ സെല്ലുകൾക്ക് ബ്ലഡിൽ നിന്ന് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കും. സോ ബ്ലഡിൽ നിന്ന് 250 ml ഓക്സിജൻ ഓരോ മിനിറ്റിലും കൊടുക്കുന്നുണ്ട്. സോ ഇനി നമുക്ക് നോക്കേണ്ടത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഡിറ്റർമിൻ ദ ഓക്സിജൻ ട്രാൻസ്പോർട്ട്, അല്ലെങ്കിൽ ഓക്സിജൻ എങ്ങനെയാണ്, എന്തെല്ലാമാണ് റെഗുലേറ്റ്
a factors determining or regulating this oxygen transport. ഇപ്പോൾ ഓക്സിജൻ എവിടെയൊക്കെ വെച്ചിട്ട് കൂടുതൽ, ഇപ്പോൾ ഹീമോഗ്ലോബിൻ ഇതാണെങ്കിൽ ഹീമോഗ്ലോബിൻ എപ്പോഴൊക്കെ കൂടുതൽ പിടിക്കും, അല്ലെങ്കിൽ ഓക്സിജൻ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എപ്പോഴൊക്കെ കൂടുതൽ പുറത്തേക്ക് പോകും എന്നാണ്. സോ ഫസ്റ്റ് ഫാക്ടർ നമുക്ക് ഇപ്പോൾ ഓൾറെഡി അറിയാം, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടുതലാണെങ്കിലോ, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ നിന്ന് പുറത്തുനിന്ന് ബ്ലഡിലേക്ക് ഓക്സിജൻ അകത്തേക്ക് കയറും അല്ലെ. അപ്പൊ എവിടെയാണ് പാർഷ്യൽ പ്രഷർ കൂടുതൽ, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കയറും. സോ ടിഷ്യൂസിലെത്തുമ്പോൾ ഓക്സിജൻ, ടിഷ്യൂസിലെത്തുമ്പോൾ എന്തായിരുന്നു സംഭവിച്ചത്, ടിഷ്യൂസ് ഇവിടെ എത്തുമ്പോൾ ഇവിടെ പാർഷ്യൽ പ്രഷർ കുറവാണ്, ബ്ലഡിനകത്ത് പാർഷ്യൽ പ്രഷർ കൂടുതലാണ്. സോ ഓക്സിജൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്. സോ എവിടെയാണ് പാർഷ്യൽ പ്രഷർ കുറവ്, ആ ഭാഗത്തേക്ക് ഓക്സിജൻ പോകും. സോ ഓക്സിജൻ കൂടിയ പാർഷ്യൽ പ്രഷറിൽ നിന്ന് കുറഞ്ഞ പാർഷ്യൽ പ്രഷറിലേക്ക് സഞ്ചരിക്കും. സോ ദർ മസ്റ്റ് ബി എ പാർഷ്യൽ പ്രഷർ ഡിഫറൻസ്. ഇനി നമ്മൾ ഹൈ പ്രഷർ ഏരിയ അല്ലെങ്കിൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ, ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയയിൽ എന്താണ് കുഴപ്പം, ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയയിൽ ഓക്സിജൻ അവിടെ സാച്ചുറേഷൻ കുറവാണ്. സോ അപ്പൊ അതുകൊണ്ട് ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ അവിടെ കുറവായിരിക്കും. സോ അതുകൊണ്ട് നമുക്ക് അധികം ഓക്സിജൻ ബ്ലഡിലേക്ക് കയറണമെന്നില്ല. സോ അതിനൊക്കെയാണ് നമ്മൾ മൗണ്ടൻ സിക്നസ് എന്നോ അല്ലെങ്കിൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് എന്നൊക്കെ നമ്മൾ വിളിക്കുക. എങ്കിലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെയും നമ്മുടെ ഡിയോക്സിനേറ്റഡ് എന്ന് പറയുമ്പോൾ 75% നമ്മുടെ ബ്ലഡിനകത്ത് ഓക്സിജൻ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. സോ ഒട്ടും ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥയൊന്നും അല്ല അവിടെയും ഉള്ളത്. ഇനി രണ്ടാമത്തെ സെക്കൻഡ് ഫാക്ടർ എന്ന് പറയുന്നത് അസിഡിറ്റി ആണ്. അസിഡിറ്റി ഓർ പി എച്ച്. അസിഡിറ്റിയും പി എച്ച് ആയിട്ട് എന്താ ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഇപ്പോൾ ഇതൊരു സെല്ലാണെന്ന് വിചാരിക്കുക. ഈ സെൽ ഇഫ് ഇറ്റ് ഈസ് ഹൈലി മെറ്റബോളിക് ആക്റ്റീവ്, ഭയങ്കരമായിട്ട് ഇതിനകത്ത് പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയാണെന്ന് വിചാരിക്കുക, ബ്രെയിൻ ആണെന്ന് വിചാരിക്കുക, ഭയങ്കര പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ എന്ത് പറ്റും, അവിടെ കൂടുതൽ H+ ഉണ്ടാകും. ഓർ കൂടുതൽ ഓക്സിജൻ ഡിമാൻഡും അല്ല എനർജി ഡിമാൻഡൊക്കെ വരുമ്പോൾ ലാക്റ്റിക് ആസിഡ് പോലെയുള്ള ആസിഡ്സ് ഒക്കെ ഉണ്ടാകും. സോ ആസിഡ്സ് കൂടുമ്പോഴത്തേക്കും പി എച്ച് കുറയുമ്പോഴത്തേക്കും ഓക്സിജൻ വിൽ ഡിസോസിയേറ്റ് ഫ്രം ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഓക്സിജൻ സെപ്പറേറ്റ് ചെയ്തിട്ട് താഴ്ത്തും. അതിനെന്തിനാണ്, അപ്പോൾ ഈ സെല്ലുകൾക്ക് കൂടുതലായിട്ട് ഓക്സിജൻ ലഭിക്കും. സോ അസിഡിറ്റി ആൻഡ് പി എച്ച്. വെൻ അസിഡിറ്റി ഇൻക്രീസസ് ഓർ പി എച്ച് ഡിക്രീസ്, ഓക്സിജൻ വിൽ അൺബൈൻഡ് ഓർ ഡിസോസിയേറ്റ്, അതാണ് കറക്റ്റ് വാക്ക്, അൺബൗണ്ടിനേക്കാൾ ഡിസോസിയേറ്റ് ഫ്രം ഹീമോഗ്ലോബിൻ. സോ ഓക്സിജൻ ഡിസോസിയേഷൻ ഈസ് മോർ വെൻ ദ പി എച്ച് ഈസ് ലെസ് ഓർ ഇഫ് ഇറ്റ് ഇസ് ബിക്കം അസിഡിക്. മൂന്നാമത്തെ ഫാക്ടർ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നേരെ ഓപ്പോസിറ്റ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് H+ ഒക്കെ കൂട്ടാം, അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. ദെൻ ഇൻക്രീസ് ഡിസോസിയേഷൻ ഓഫ് ഓക്സിജൻ. എവിടെയെങ്കിലും കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലാണെങ്കിൽ അവിടെ ഓക്സിജൻ ഡിസോസിയേഷൻ കൂടുതലാണ്. സോ ഇത് തന്നെ. സോ ഇൻക്രീസ് കാർബൺ ഡൈ ഓക്സൈഡ്, ഇൻക്രീസ് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ വിൽ ഡിസോസിയേറ്റ്. സോ ഓക്സിജൻ ഡിസോസിയേഷൻ മോർ. സോ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ ഇൻക്രീസ് കാർബൺ ഡൈ ഓക്സൈഡ്, ഇൻക്രീസ്ഡ് ഓക്സിജൻ ഡിസോസിയേഷൻ, ഇത്ര മതി. ദെൻ നാലാമത്തത്, അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. ഇപ്പൊ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നൊരു ഗ്യാസ് ഉണ്ട്. കാർബൺ മോണോക്സൈഡിനാണ് ഏറ്റവും കൂടുതൽ അഫിനിറ്റി ഉള്ളത് ഹീമോഗ്ലോബിൻ. സോ കാർബൺ മോണോക്സൈഡ് എന്ന് കഴിയുമ്പോൾ ഹീമോഗ്ലോബിൻ ഓക്സിജൻ പിടിച്ചിരിക്കുകയാണെങ്കിൽ ഓക്സിജനെ പിടിച്ച് പുറത്താക്കിയിട്ട് ഇയാൾ പോയി പിടിക്കും. സോ അതുകൊണ്ടാണ് ഈ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന സംഭവം ഭയങ്കര ടോക്സിക്, ഇൻ വെരി മൈന്യൂട്ട് എമൗണ്ടിൽ പോലും ഹൈലി ടോക്സിക് ആകാൻ കാരണം ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹൈ അഫിനിറ്റി ടു ഹീമോഗ്ലോബിൻ ആണ്. അപ്പൊ നാലാമത്തേലേക്ക് വരാം. നാലാമത്തത് ഇൻക്രീസ്ഡ് ടെമ്പറേച്ചർ എപ്പോഴും കൂടുക. സെൽസ് മെറ്റബോളിക്കലി ആക്റ്റീവ് ആകുമ്പോൾ സെൽസിന്റെ ടെമ്പറേച്ചർ വർദ്ധിക്കും. മെറ്റബോളിക്കലി ആക്റ്റീവ് സെൽസ് ടെമ്പറേച്ചർ കൂടും. സോ ഇൻക്രീസ് ടെമ്പറേച്ചർ, ഇൻക്രീസ്ഡ് ഡിസോസിയേഷൻ ഓഫ് ഓക്സിജൻ, അപ്പൊ അവിടെ കൂടുതൽ ഓക്സിജൻ അവൈലബിലിറ്റി, ആ സെല്ലുകൾക്ക് കൂടുതൽ ഓക്സിജൻ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ സംഭവമൊക്കെ വെച്ചിരിക്കുന്നത്. ദെൻ അഞ്ചാമത്തത് BPG എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. BPGA 2,3-ബൈഫോസ്ഫോ ഗ്ലിസറേറ്റ് എന്നാണ് പറയുന്നത്. സോ ഇത് പല ഹോർമോൺ, ഉദാഹരണത്തിന് ഗ്രോത്ത് ഹോർമോണോ തൈറോയ്ഡ് ഹോർമോണോ നോറഡ്രിനാലിനോ ടെസ്റ്റോസ്റ്റെറോണോ ഒക്കെ കൂടുതലായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സെല്ലുകളിൽ ദിസ് BPG വിൽ ഇൻക്രീസ്. സോ ഇൻക്രീസ് BPG, മോർ ഡിസോസിയേഷൻ, ഇൻക്രീസ്ഡ് ഡിസോസിയേഷൻ ഓഫ്. സോ ഓക്സിജൻ എപ്പോഴൊക്കെ ഡിസോസിയേറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അസിഡിറ്റി കൂടുമ്പോഴത്തേക്കും അല്ലെങ്കിൽ pH കുറയുമ്പോഴത്തേക്കും ഡിസോസിയേറ്റ് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡ് കൂടുമ്പോൾ ഡിസോസിയേറ്റ് ചെയ്യും, ഇൻക്രീസ് ടെമ്പറേച്ചർ വരുമ്പോൾ ഡിസോസിയേറ്റ് ചെയ്യും, BPG കൂടിയ ഓക്സിജൻ എപ്പോഴാണ് കൂടുതൽ ബൈൻഡ് ചെയ്യാന്ന് വെച്ചാൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടുതലാണെങ്കിൽ ഓക്സിജൻ ബൈൻഡ് ചെയ്യും, പാർഷ്യൽ പ്രഷർ കുറഞ്ഞ ഭാഗത്തേക്ക് ഓക്സിജൻ ഡിസോസിയേറ്റ് ചെയ്യും. സോ ഇതാണ് ഓക്സിജന്റെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ്. നമ്മൾ രണ്ടാമത്തെ സെഗ്മെന്റിലേക്ക് കിടക്കുന്നു. സോ രണ്ടാമത്തെ സെഗ്മെന്റ് ഈസ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ട്രാൻസ്പോർട്ടിനെ പറ്റിയാണ് ഇനി നമുക്ക് പറയേണ്ടത്. സോ കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഇപ്പൊ ഇത് ലങ്സ് ആയിരുന്നു, ആൽവിയോളയിൽ നിന്ന് ബ്ലഡിലേക്ക്, ബ്ലഡിൽ നിന്ന് സെൽ, ഇങ്ങോട്ടായിരുന്നു ഓക്സിജന്റെ പോക്ക്. പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡ് പോകുന്നതോ സെല്ലിൽ നിന്ന് ബ്ലഡിൽ നിന്ന് ആൽവിയോള, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, റിവേഴ്സ് ഡയറക്ഷനാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ട്രാൻസ്. ഓക്സിജൻ ഇങ്ങോട്ടും കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങോട്ടുമാണ് പോകും. സോ അപ്പൊ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെ പറ്റി പറയാൻ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. സോ ഇവിടെ ഇൻ സെൽസ്
മെറ്റബോളിക്കലി ആക്റ്റീവ് സെൽസ്, ഇത് മെറ്റബോളിക്കലി ആക്റ്റീവ് സെല്ലുകളാണ്. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിരിക്കും, ഇൻക്രീസ്ഡ് കാർബൺ ഡൈ ഓക്സൈഡ്. കാരണം കാർബൺ ഡൈ ഓക്സൈഡ് മെറ്റബോളിക് പ്രൊഡക്റ്റ് ആണ്, മെറ്റബോളിക് ബൈ പ്രൊഡക്റ്റ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉണ്ടാവുക, ഓക്സിജനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. സോ ഇവിടെ എത്ര മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി പ്രഷറിലാണ് കാർബൺ ഡൈ ഓക്സൈഡ്? പാർഷ്യൽ പ്രഷർ എത്രയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് 46 millimeters of Hg. അത്രയും പാർഷ്യൽ പ്രഷറിലാണ് ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളത്. പക്ഷെ ഇവിടെ വരുന്ന ബ്ലഡിൽ ഓൺലി 40. വീനസ് എൻഡിലെ കാര്യമാണ് ഞാൻ പറയാം. ഇത് ആർട്ടീരിയൽ ആൻഡ് ഇത് വീനസ് എൻഡിലെ 40 millimeter മെർക്കുറിയിലുള്ള പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ. സോ ഇവിടെ കൂടുതലാണ്, ഇവിടെ കുറവാണ്. സോ കാർബൺ ഡൈ ഓക്സൈഡ് വിൽ ഡിഫ്യൂസ്. സോ ഫ്രം ദ സെൽസ് ടു ദ ബ്ലഡ് സെല്ലുകളിൽ നിന്ന് ബ്ലഡിനകത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂസ് ചെയ്യും. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് വേണ്ടത് ട്രാൻസ്പോർട്ട് ആണ്. ഡിഫ്യൂഷൻ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സോ കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഹീമോഗ്ലോബിൻ തന്നെ വേണമെന്നില്ല. കാർബൺ ഡൈ ഓക്സൈഡിനെ നമുക്ക് 3 രീതിയിൽ ട്രാൻസ്പോർട്ട്. സോ കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് ക്യാൻ ബൈ 3 വേ. ആദ്യത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ ആസ് ഡിസോൾവ്ഡ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിനെ ബ്ലഡിൽ അലിഞ്ഞു പോകാം. അതൊരു ഏകദേശം 5 to 7%. കാരണം നമ്മൾ പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡിന്റെ സോലിബിലിറ്റി എന്ന് പറഞ്ഞാൽ 24 times മോർ ദാൻ ഓക്സിജൻ. ഓക്സിജൻ ഒട്ടുമില്ല, അതുകൊണ്ട് 1.5% ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ 5 to 7% ആണ് ഡിസോൾവ്ഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് പോകുക. ഇനി രണ്ടാമത്തെ വഴി എന്താണ്? രണ്ടാമത്തെ വഴി കാർബൺ ഡൈ ഓക്സൈഡ് ക്യാൻ ബൈൻഡ് ടു ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിനുമായിട്ട് ഒട്ടിച്ചേരാൻ പറ്റും. ഇത് ഏകദേശം 5 to 20% മാത്രം. ഓക്സിജന്റെ കേസിൽ 98.5. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാർബൺ ഡൈ ഓക്സൈഡ് ഒട്ടിച്ചേരുന്നത് ഫെറസിലല്ല, അല്ലെങ്കിൽ ഓക്സിജൻ ഒട്ടിച്ചേരുന്നത് നമ്മൾ പറഞ്ഞു ഫെറസിലാണെന്നാണ് പറഞ്ഞത് അല്ലെ. പക്ഷെ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ എല്ലാം ഒട്ടിച്ചേരും, വേറെ സ്ഥലത്താണ്. സോ ഗ്ലോബിൻ പാർട്ടിലെ ഒരു അമിനോ ആസിഡിന്റെ എൻഡിലാണ് ഇത് ഒട്ടിച്ചേരുക. ഒരു അമിനോ ആസിഡ് പ്രോലീൻ പോലെയുള്ള അമിനോ ആസിഡിൽ വന്നാണ് ഒട്ടിച്ചേരുക. സോ ഇത് പ്രോട്ടീൻ ആണെങ്കിൽ ഈ പ്രോട്ടീന്റെ ഒരു ഭാഗത്താണ്, അല്ലാണ്ട് ഹീമിൽ അല്ല. സോ ദാറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ് തിങ്. നമ്മളൊക്കെ പണ്ട് വിചാരിച്ച, ആദ്യമായിട്ടൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നു, ഓക്സിജൻ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കുകയാണ്. അല്ല, ഇറ്റ് ഈസ് ടു സം അതർ സൈറ്റ്. മറ്റ് സൈറ്റിൽ പിടിച്ചാലും പക്ഷേ ഓക്സിജൻ ഇവിടെ നിന്ന് വിട്ടുപോകും എന്നുള്ളത് വേറൊരു കാര്യമാണ്. കാരണം ഇവിടെ സ്റ്റെറിക് പ്രഷർ ഒക്കെ വരുമ്പോൾ ഓക്സിജൻ ഇളകി പോകും. സോ കാർബൺ ഡൈ ഓക്സൈഡ് ടു ഹീമോഗ്ലോബിൻ CO2 പ്ലസ് ഹീമോഗ്ലോബിൻ ഇറ്റ് പ്രൊഡ്യൂസസ് HbCO2. സോ ഇതാണ് കാർബാമിനോ ഹീമോഗ്ലോബിൻ. സോ രണ്ടാമത്തെ മെത്തേഡ് ഈസ് ആസ് കാർബാമിനോ ഹീമോഗ്ലോബിൻ. കാർബൺ ഡൈ ഓക്സൈഡ് ബൈൻഡ് ചെയ്യുന്നത് കാർബാമിനോ ഹീമോഗ്ലോബിൻ ആയിട്ടാണ്. അതും കുറവാണ്. മൂന്നാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വേ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് അത് ബ്ലഡിലാണ്. ബ്ലഡിൽ കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ബൈകാർബണേറ്റ് ആയിട്ടാണ്, സോലുബിൾ ബൈകാർബണേറ്റ്. സോ ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് മെത്തേഡ് ഓർ വേ. 70 to 90% ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് ഈസ് ആസ് ബൈകാർബണേറ്റ് അയോൺ. സോ ഇങ്ങനെ ബ്ലഡിലെത്തിയ കാർബൺ ഡൈ ഓക്സൈഡ്, ബ്ലഡ് വെസലിൽ ഇങ്ങനെ വരയ്ക്കുക. ബ്ലഡിലെത്തിയ കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിൽ. സോ ഇത് ഇറ്റ് ക്യാൻ ഡിഫ്യൂസ് ടു RBC. ഇത് RBC ആണെങ്കിൽ RBCയുടെ അകത്തേക്ക് കയറാം. സോ ഈ RBCയുടെ മെംബ്രെയിനിൽ ഒരു എൻസൈം ഉണ്ട്, വൺ എൻസൈം കോൾഡ് ആസ് കാർബോണിക് അൺഹൈഡ്രേസ് എന്നാണ് അതിന്റെ പേര്. സോ ഇവിടെ ഉണ്ട്, പ്ലാസ്മയിലും ഉണ്ട്, പക്ഷേ RBCയിലാണ് കൂടുതൽ. സോ ഇത് കാർബൺ ഡൈ ഓക്സൈഡും വെള്ളമായിട്ട് ചേർന്നു. കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ ഇൻ ദ പ്രസൻസ് ഓഫ് കാർബോണിക് അൺഹൈഡ്രേസ് 2CO3 ഉണ്ടാകും. ദിസ് വിൽ ഡിസോസിയേറ്റ് ഇൻടു H+ ആൻഡ് HCO3 കാർബണേറ്റ് ആയിട്ട് മാറും. സോ പ്രോട്ടോണും കാർബണേറ്റ് ആയിട്ട് മാറുന്നു. ആൻഡ് EH+ കൂടുതലാകുമ്പോഴത്തേക്കും ദിസ് ക്യാൻ അൺബൈൻഡ് ഓക്സിജൻ ഹീമോഗ്ലോബിൻ പ്ലസ് ഓക്സിജൻ ആയിട്ടിരിക്കുകയാണെങ്കിൽ H+ വന്നു കഴിയുമ്പോൾ ഇവിടെ H+ വന്ന് ഒട്ടിച്ചേരാനായിട്ട്. സോ ഓക്സിജനെ പുറത്താക്കാം, ഡിസോസിയേറ്റ് ചെയ്യാം. സോ നമ്മൾ പറഞ്ഞു വന്നതല്ല, നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് RBCയുടെ അകത്ത് കയറുന്നു, അത് ബൈകാർബണേറ്റ് ആയിട്ട് മാറുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. RBCയിൽ നിന്ന് കാർബോണിക് അൺഹൈഡ്രേസ് ഫലമായിട്ട് കൂടുതൽ ബൈകാർബണേറ്റ് ഉണ്ടാകും. സോ ഈ ബൈകാർബണേറ്റ്, ഇത് RBC ആണെങ്കിൽ കാർബണേറ്റ് അതിനകത്ത് ബൈകാർബണേറ്റ് കൂടുതലുണ്ടായി, ബൈകാർബണേറ്റ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബൈകാർബണേറ്റ് പുറത്തേക്ക് വരുമ്പോഴത്തേക്കും പകരം ബൈകാർബണേറ്റ് നെഗറ്റീവ് ആണ്, പകരം മറ്റൊരു നെഗറ്റീവ് അകത്തേക്ക് കയറും, ദാറ്റ് ഈസ് കോൾഡ് ആസ് ക്ലോറൈഡ്. സോ മോർ കാർബൺ ഡൈ ഓക്സൈഡ് മീൻസ് മോർ ബൈകാർബണേറ്റ് ഫ്രം ദ RBC പുറത്തേക്ക് പോകും. ദാറ്റ് മീൻസ് മോർ ക്ലോറൈഡ് വിൽ എൻറ്റർ ഇൻ ടു ദ RBC. സോ ദിസ് ഈസ് കോൾഡ് ആസ് ക്ലോറൈഡ് ഷിഫ്റ്റ് എന്നാണ് ഇതിന് പറയാ. അല്ലെങ്കിൽ മറ്റൊരു പേര് ഹാംബർഗർ ഫിനോമിനൻ എന്നും പറയാം, ഫിനോമിനൻ. സോ അതാണ് ക്ലോറൈഡ് ഷിഫ്റ്റ്. സോ ക്ലോറൈഡ് കയറുമ്പോൾ ക്ലോറൈഡിനൊപ്പം വെള്ളവും കൂടി കയറുമ്പോൾ എന്താ സംഭവിക്കുക? RBC ഇങ്ങനെ ഇരുന്ന RBC ഇച്ചിരി കൂടി വീർക്കും. RBC കുറച്ചും കൂടി സ്ലൈറ്റ്ലി ബിഗ് ഇൻ സൈസ്. സോ ഇൻ വെയിനിലാണല്ലോ കാർബൺ ഡൈ ഓക്സൈഡ് വരിക. സോ ഇൻ വെയിനിലുള്ള RBCക്ക് ഒരു ഇത്തിരി സൈസ് കൂടുതലായിരിക്കും, 3% മോർ ഹെമാറ്റോക്രിറ്റ് കൂടുതലാണ് RBC ഇൻ വെയിൻ.
വെയിൻ കമ്പയർഡ് ടു ആർട്ടറീസ്. സോ ഇതാണ് ഇതിന്റെ ഒരു എഫക്ട്. സോ ഇങ്ങനെ 3 രീതിയിൽ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ടാണ് ബ്ലഡ് ഇങ്ങനെ ഒഴുകി അവസാനം നമ്മുടെ ലങ്സിലേക്ക് എത്തുക. ലങ്സിലേക്ക് ബ്ലഡ് ഇങ്ങനെ എത്തുകയാണ്. സോ ഇവിടെ ഇപ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ എത്രയാണ്? 45 to 46 മില്ലിമീറ്റർ ആണ്. ഇവിടെ എത്രയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇൻ ദ ലങ്സ് ഓൺലി 40 മില്ലിമീറ്റർ ഓഫ് HG ആണ് ഇവിടുത്തെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ. സോ എന്ത് സംഭവിക്കും? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകും, പുറത്തേക്ക്. സോ കാർബൺ ഡൈ ഓക്സൈഡ് വിൽ ഡിഫ്യൂസ് ഔട്ട്, പുറത്തേക്ക് പോകും ആൽവിയോളാൽ മെംബ്രെയിനിലൂടെ, അത് പുറത്തേക്ക്. സോ ഇതാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ട്രാൻസ്പോർട്ട്. സോ ഇവിടെ വെച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ബൈകാർബണേറ്റ് കുറയും. സോ ക്ലോറൈഡ് പുറത്തേക്ക് പോകും. സോ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിട്ട് അൺഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ ഓക്സിജനെ കൂടുതലായിട്ട് ബൈൻഡ് ചെയ്യാനായിട്ട്, സോ ഓക്സിജൻ കൂടുതലായിട്ട് ബൈൻഡ്. സോ ഇൻക്രീസ്ഡ് അപ്ടേക്ക് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ നിന്ന് കൂടുതലായിട്ട് പോകുമ്പോൾ ഓക്സിജൻ കൂടുതലായിട്ട് ഹീമോഗ്ലോബിനായിട്ട് ഒട്ടിച്ചേരാനും കൂടി പറ്റും. സോ ഇൻക്രീസ് അപ്ടേക്ക് ഇതിനെ, സോ ഇൻക്രീസ് ബൈൻഡിങ് വെൻ ഇൻക്രീസ്ഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഡിസ്പ്ലേസ്. സോ കാർബൺ ഡൈ ഓക്സൈഡ് ഡിസ്പ്ലേസ്മെന്റ് കൂടുമ്പോൾ ഇൻക്രീസ്ഡ് ഓക്സിജൻ ബൈൻഡ്, ഇതിനെയാണ് നമ്മൾ ഹാൾഡെയ്ൻ എഫക്ട് എന്ന് പറയും. സോ ഇതിനെ ഹാൾഡെയ്ൻ എഫക്ട്. സോ കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് പഠിച്ചപ്പോൾ നമ്മൾ ക്ലോറൈഡ് ഷിഫ്റ്റ് പഠിച്ചു, ദെൻ ഹാൾഡെയ്ൻ എഫക്റ്റും. സോ 1 മിനിറ്റിൽ എത്ര ml കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് പോകുന്നത് വെച്ചാൽ 200 ml ആണ് സെല്ലുകളിൽ നിന്ന്, ഇങ്ങനെയുള്ള സെല്ലുകളിൽ നിന്ന് 200 ml. എത്രയാണ് ഓക്സിജൻ വന്നുകൊണ്ടിരുന്നത്? 250 ml ഓക്സിജൻ ആണ് ഇങ്ങോട്ടേക്ക് സെല്ലുകളിലേക്ക് വരിക. പോകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഏകദേശം 200 ml ആണ് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക്. സോ നമ്മൾ മൊത്തം ഇതൊരു ഇക്വേഷനായിട്ട് എഴുതുകയാണെങ്കിൽ ഓക്സിജൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഓക്സിജൻ കയറുന്നു, ഓക്സിജൻ ഡിസ്പ്ലേസ് H+ അവിടെ നിന്ന് മാറ്റുന്നു, ദെൻ ഓക്സി ഹീമോഗ്ലോബിൻ ആവുന്നു, ദെൻ അവിടെ വെച്ചിട്ട് H+ കൂടുതൽ വരുന്നു, ഹീമോഗ്ലോബിൻ ആവുന്നു, ദെൻ ഓക്സിജൻ അവിടെ വെച്ചിട്ട് അൺവൈൻഡ് ചെയ്യുന്നു ഓക്സിജൻ സെല്ലുകളിലേക്ക്. സോ ഓക്സിജൻ സെല്ലുകളിലേക്ക് എത്തുന്നു, ആൽവിയോളിൽ നിന്ന് ഓക്സിജൻ കയറുന്നത് നമ്മൾ കണ്ടതാണ്. ദെൻ കാർബൺ ഡൈ ഓക്സൈഡ് വെച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് അകത്ത് കയറുന്നു, ബ്ലഡ് RBC അകത്ത് കയറുന്നു, കാർബോണിക് അൺഹൈഡ്രേറ്റ്സിന്റെ പ്രസൻസിൽ H2CO3 ആവുന്നു, H2CO3 HCO3+H+ ആവുന്നു, HCO3 ഡിസോൾവ് ചെയ്യുന്നു, അപ്പോഴത്തേക്കും ക്ലോറൈഡ് ഒക്കെ അകത്ത് കയറുന്നു, ദെൻ ബ്ലഡിനകത്തുണ്ട്, ദെൻ വീണ്ടും അത് ഈക്വേഷൻ റിവേഴ്സിബിൾ ആണ്. കാർബോണിക് അൺഹൈഡ്രേറ്റ്സ് ഇറ്റ് വിൽ കൺവേർട്ട് ഇൻടു H2O + CO2. ഈ CO2 ലങ്സിൽ എത്തുമ്പോഴത്തേക്കും കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് പുറത്തേക്ക്. സോ ദിസ് ദ ഹോൾ ഇക്വേഷൻ ഇൻ ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസ് ആണ് കണ്ടത്, ഓക്സിജന്റെ ട്രാൻസ്പോർട്ട് കണ്ടു, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ട്രാൻസ്പോർട്ട് കണ്ടു. സോ ഇത് രണ്ടുമാണ് കണ്ടത്. സോ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കൺട്രോൾ ഓർ റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ ആണ് നമുക്ക് കാണാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.